ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ലാഫിംഗ് ബുദ്ധയുമായി റിലേറ്റഡ് ചെയ്ത Q&A ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും അതിൽ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലാഫിംഗ് ബുദ്ധ പ്രതിമ എവിടെയാണ് സ്ഥാപിക്കാൻ പാടില്ലാത്തത്? ലാഫിംഗ് ബുദ്ധ പ്രതിമ അടുക്കളയിലോ കക്കൂസിലോ കുളിമുറിയിലോ വയ്ക്കരുത്. പിന്നെ ഒരിക്കലും തറയിൽ വയ്ക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ ബുദ്ധപ്രതിമ ഏത് ദിശയിലാണ് സ്ഥാപിക്കേണ്ടത്? തെക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിൽ ബുദ്ധപ്രതിമ സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. കാരണം ഈ ദിശ ചിരിക്കുന്ന മനുഷ്യനെ സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കും. അടുത്തത്, പ്രിയപ്പെട്ടവർക്ക് ചിരിക്കുന്ന ബുദ്ധപ്രതിമ സമ്മാനിക്കാമോ? അതെ, വാസ്തവത്തിൽ ചിരിക്കുന്ന ബുദ്ധപ്രതിമ സ്വയം വാങ്ങുന്നതിനേക്കാൾ നല്ലത് സമ്മാനമായി നൽകുന്നതാണ്. ചിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ വയറ്റിൽ തടവുന്നത് ഭാഗ്യമാണോ? ചിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ വയറ്റിൽ തടവുന്നത് വളരെ ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് ആരോഗ്യവും സമ്പത്തും തീർച്ചയായും ഭാഗ്യം ആകർഷിക്കുന്നു. സമ്പത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ബുദ്ധപ്രതിമ ഏതാണ്? ആൻസർ, ചിരിക്കുന്ന ബുദ്ധപ്രതിമ ഒരു വീടിനുള്ളിലേക്ക് സമൃദ്ധിയും സമാധാനവും ആകർഷിക്കുന്നതായി അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൗതമ ബുദ്ധൻ തന്നെയാണോ ചിരിക്കുന്ന ബുദ്ധൻ? ലാഫിംഗ് ബുദ്ധൻ ഗൗതമ ബുദ്ധനെ പോലെയല്ല. ചിരിക്കുന്ന ബുദ്ധൻ കുട്ടികളുടെ രക്ഷാധികാരിയായിരുന്ന ഒരു ചൈനീസ് സന്യാസിയായിരുന്നു. സിദ്ധാർത്ഥ് ഗൗതമൻ ഒരു കപിലവാസ്തു രാജകുമാരനും ബുദ്ധൻ ജ്ഞാനോദയം എന്നറിയപ്പെടുന്ന ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു. ചിരിക്കുന്ന ബുദ്ധപ്രതിമ കാറിൽ സൂക്ഷിക്കാമോ? കാറിൻ്റെ മുൻവശത്തെ ഡാഷ്ബോർഡിൽ ചിരിക്കുന്ന ബുദ്ധനെ തൂക്കിയിടുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം. ഉത്കണ്ഠകൾ അകറ്റുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. സുരക്ഷിതമായ യാത്രയ്ക്കുള്ള ഒരു സംരക്ഷണം കൂടിയാണിത്. നമുക്ക് ബുദ്ധനെ വീടിന് പുറത്ത് നിർത്താമോ? വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ബുദ്ധപ്രതിമകൾ വീടിനകത്തും പുറത്തും സൂക്ഷിക്കാം. ബുദ്ധൻ്റെ കൈകളുടെ സ്ഥാനം എന്താണ്? സാധാരണ ബുദ്ധൻ പ്രതിനിധാനങ്ങളിൽ കൈകൾ മടിയിൽ മടക്കി ധ്യാനത്തെ സൂചിപ്പിക്കുന്നു. അധ്യാപന കലയെ സൂചിപ്പിക്കുന്നു. പുറത്തേക്ക് ചൂണ്ടിയൊരു കൈപ്പത്തി ഔദാര്യത്തെ സൂചിപ്പിക്കുന്നു. താഴോട്ട് അഭിമുഖീകരിക്കുന്ന തുറന്ന കൈപ്പത്തി. എത്ര ചിരിക്കുന്ന ബുദ്ധപ്രതിമകൾ വീട്ടിൽ സൂക്ഷിക്കാം? ഒരാൾക്ക് എത്ര ചിരിക്കുന്ന ബുദ്ധപ്രതിമകൾ വേണമെങ്കിലും സൂക്ഷിക്കാം. എന്നിരുന്നാലും പരമാവധി പ്രയോജനം ലഭിക്കുന്നതിന് അവ ശരിയായ ദിശയിൽ സൂക്ഷിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ബുദ്ധപ്രതിമയാണ് സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്നത്? അത് സന്തോഷത്തെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്ന പ്രശസ്തമായ ബുദ്ധപ്രതിമകളിലൊന്നാണ് ചിരിക്കുന്ന ബുദ്ധ, അതായത് ലാഫിംഗ് ബുദ്ധ. ചിരിക്കുന്ന ബുദ്ധൻ്റെ വ്യത്യസ്ത തരം ഏതൊക്കെയാണ്? ഇപ്പോൾ ഒന്നാമത്തെ ചാക്കിലോ ബാഗിലോ ഉള്ള പണം സഞ്ചിയുമായി പോകുന്ന ബുദ്ധൻ, പിന്നെ ഫാനുമായിട്ടുള്ള ബുദ്ധൻ, പിന്നെ മണിത്തവളയുമായി നിൽക്കുന്ന ബുദ്ധൻ, മണിത്തവളയുമായി ഇരിക്കുന്ന ബുദ്ധൻ, അതേപോലെ മുത്ത് കയ്യിൽ പിടിച്ച ബുദ്ധൻ, പിന്നെ പണക്കട്ടിയുമായി സ്വർണ്ണക്കട്ടിയുമായി നിൽക്കുന്ന ബുദ്ധൻ. ഇതൊക്കെയാണ് ബുദ്ധൻ്റെ വ്യത്യസ്ത തരങ്ങൾ. പച്ച ചിരിക്കുന്ന ബുദ്ധപ്രതിമ എന്താണ് സൂചിപ്പിക്കുന്നത്? പച്ച നിറമുള്ള ചിരിക്കുന്ന ബുദ്ധൻ വളർച്ചയെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഈ ബുദ്ധപ്രതിമയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.